بسم الله الرحمن الرحيم ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ ഒരു കാര്യവും നാളെ ഞാൻ ചെയ്യും എന്ന് നിങ്ങൾ പറയരുത്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നാളെ ചെയ്യാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് പറയുന്ന വിഷയത്തിൽ രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട്. ചിലരൊരു കാര്യത്തിലും ഇൻഷാ അല്ലാഹ് ഒന്നും പറയില്ല, ചിലർ ആസ്ഥാനത്തും ഇൻഷാ അല്ലാഹ് പറയും. അത് രണ്ടും തെറ്റാണ്. ഇൻഷാ അല്ലാഹ് പറയാൻ പാടില്ലാത്ത കാര്യമുണ്ട്, പറയേണ്ടതില്ലാത്ത കാര്യമുണ്ട്, പറയേണ്ടതായ കാര്യമുണ്ട്. അത് മൂന്നും തിരിച്ച് മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ പാടില്ല. അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻഷാ അല്ലാഹ്, പടച്ചോനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്തു തന്നേരെന്ന് പറയരുത്, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗം തന്നേരെന്ന് പറയരുത്. അവിടെ ഇൻഷാ അല്ലാഹ് പറയരുത്. അവിടെ ഉറപ്പായിട്ട് ചോദിക്കണം, മസ്അല, എനിക്ക് നീ പുറത്തു തരണം, തന്നേ പറ്റും, എനിക്കിത് സ്വർഗം തരണം, എനിക്കത് കിട്ടണം. അങ്ങനെ നിർബന്ധമായി ചോദിക്കണം. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നേരെന്ന് പറയുന്നത്. ഇനി പറയേണ്ടതില്ലാത്ത സ്ഥലമാണ്. കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇൻഷാ അല്ലാഹ് പറയേണ്ടതില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഹജ്ജ് ചെയ്തു ഇൻഷാ അല്ലാഹ്, ഞാൻ ഇന്നലെ അവിടെ പോയി ഇൻഷാ അല്ലാഹ്, അവിടെ ഇൻഷാ അല്ലാഹ് പറയേണ്ടതില്ല. പറയേണ്ട സ്ഥലം മുഹത്തമലായ കാര്യത്തിലാണ്. വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഹജ്ജിന് പോകും ഇൻഷാ അല്ലാഹ്, അവിടെയാണ് ഇൻഷാ അല്ലാഹ് ഉപയോഗിക്കേണ്ടത്. ഈ മൂന്ന് സ്ഥലങ്ങളും തിരിച്ച് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കാൻ വേണ്ടി ചില ജൂതന്മാർ വരുന്നുണ്ട്. മൂന്ന് ചോദ്യങ്ങൾ നബിയോട് ചോദിക്കുന്നു. റൂഹിനെ കുറിച്ചാണ് ഒരു ചോദ്യം, എന്താണ് റൂഹ്? മറ്റൊന്ന് ദുൽഖർനൈനിയെ കുറിച്ചാണ് ചോദിച്ചത്. മറ്റൊന്ന് അസ്ഹാബുൽ കാഫിനെ കുറിച്ച്, സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന അസ്ഹാബുൽ കാഫിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വിശ്വാസം പറഞ്ഞു, നാളെ വരും, നാളെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. ജിബ്രീൽ പറഞ്ഞു കൊടുത്തിരുന്നു ഇൻഷാ അല്ലാഹ് എന്ന് പറയാം, പക്ഷെ നബി അത് ശ്രദ്ധിച്ചില്ല. നാളെ പിറ്റേ ദിവസം ജൂതന്മാർ വന്നു. ചോദിച്ചപ്പോൾ നബിക്ക് മറുപടി കിട്ടിയില്ല. കാരണം ജിബ്രീൽ വന്നാലേ മറുപടി പറയാൻ പറ്റുള്ളൂ. ജിബ്രീൽ വന്നിട്ടില്ല. 15 ദിവസം ജിബ്രീൽ വന്നില്ല. ഓരോ ദിവസവും ജൂതന്മാർ വരും, ആൻസർ കിട്ടിയോ എന്ന് ചോദിക്കും. നിന്റെ ശൈത്താൻ വന്നോ എന്ന് ചോദിക്കാം. നിന്റെ ആ ശൈത്താൻ നിന്റെ അടുക്കൽ വന്നോ? ഏതാ ശൈത്താൻ? ജിബ്രീലിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ നബിയെ പരിഹസിച്ചു. നബി വല്ലാതെ ഇടങ്ങേറായി. എന്തിൻ്റെ പേര്? ഒരു ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തതിൻ്റെ പേര്. 15 അന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തുൽ കഹ്ഫുമായി ഇറങ്ങുന്നത്. അപ്പോഴാണ് ഇനി മറുപടി പറയുന്ന വിശ്വാസമൊക്കെ കഴിഞ്ഞത്. സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരിക്കൽ പറഞ്ഞു, സുലൈമാൻ നബിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ രാത്രി ഞാൻ എൻ്റെ 100 ഭാര്യമാരുടെ അടുക്കൽ പോകും, എല്ലാവരുമായി ഞാൻ ബന്ധപ്പെടും, അവരെല്ലാം ഗർഭിണികളാകും, 100 കുതിരസവാരിക്കാരായ മക്കളെ പ്രസവിക്കും, അവരെയെല്ലാം ഞാൻ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കും എന്ന് സുലൈമാൻ നബി പറഞ്ഞു. അവിടെ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. സംഭവിച്ചത് എന്താണ്? ഒരു ഭാര്യ മാത്രമേ ഗർഭിണിയായുള്ളൂ. 100 ഭാര്യമാരുടെ അടുക്കൽ പോയിട്ടു. ആ ഭാര്യ പ്രസവിച്ചതാകട്ടെ ഒരു പകുതി കുഞ്ഞിനെയാണ്, ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ പോലും പ്രസവിച്ചില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടന്നില്ല. എന്തുകൊണ്ട്? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ്, അള്ളാഹു പോലും ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹ് പോലും ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ കാണാൻ കഴിയും, ലതദ്ഖുലന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹ്. നബിയോട് സഹാബത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ കടക്കും, ഉംറ ചെയ്യും ഇൻഷാ അല്ലാഹ്. പടച്ചോൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞ കാര്യം അള്ളാഹ് പോലും ഇൻഷാ അല്ലാഹ് പറയുകയാണ്. വേറെയും കാണാൻ കഴിയും സുഹൃത്തുക്കളിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി കൊണ്ടുപോകുമ്പോൾ ഇസ്മായിൽ നബി എന്താ പറയുന്നത്? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. വാപ്പ, നിങ്ങൾ എന്നെ അറക്കുമ്പോൾ ഞാൻ ക്ഷമിക്കും, എന്നെ ക്ഷമാശീലനായി നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പറയുന്നു. സൂറത്തുൽ കഹ്ഫിൽ തന്നെ ഹിളർ നബി അലൈഹി സ്വലാം മൂസാ നബി യാത്ര ചെയ്യുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഹിളർ നബിയോട് പറയുന്നുണ്ട്, സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ, ഞാൻ ക്ഷമാശീലനായിട്ട് എന്നെ നിങ്ങൾക്ക് എത്തിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇൻഷാ അല്ലാഹ് എന്നതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്.